ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈനാസ് റെസിപ്പീസ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ്. ഇത് സദ്യയിലൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് വിളമ്പാൻ പറ്റുന്ന, എന്നാൽ ഒരു 10 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, എല്ലാവർക്കും കുക്കിംഗ് അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് കേട്ടോ. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. ശർക്കര എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും നല്ല മുളക് പൊടിയും, എരിവുള്ള മുളക് പൊടി ആവശ്യമുള്ളവർക്ക് അതെടുക്കാം, അല്ലെങ്കിൽ എരിവില്ലാത്തതും എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് പുളി ഒന്ന് വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് ഞെരടിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം പുളി നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്തത്, ആ എടുത്ത ഇഞ്ചി ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചിക്കറിക്കൊക്കെ നമുക്ക് എപ്പോഴും വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 പച്ചമുളക് നെടുവേ കീറിയിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ കാര്യം കഴിയും. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയാണിത്. അപ്പോൾ സദ്യക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, എന്നാൽ ടേസ്റ്റിൽ ഒരു കുറവുമില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചിക്കറിയാണ്. അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നല്ലപോലെ ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളെപ്പോഴും പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിട്ടതിന് ശേഷം കരിഞ്ഞു പോകരുത്. ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് ശർക്കരയൊക്കെ ഇടുന്നതുകൊണ്ട് ഒന്ന് ഉപ്പ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ശർക്കര അധികം ഉപ്പൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. ചില ശർക്കരയ്ക്ക് ഉപ്പ് കൂടുതലായിരിക്കും. അതുപോലെ എല്ലാം ഒന്ന് ബാലൻസ്ഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പുളിയുടെ വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ചൂട് പൊടികളുടെ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിങ്ങനെ പതഞ്ഞ് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുമായിരിക്കും, ഇങ്ങനെ പച്ചനെ ഇഞ്ചി അരച്ചിട്ടാൽ ഒരു കുത്തുണ്ടാവില്ലേ, ഇഞ്ചിയുടെ കുത്തുണ്ടാവില്ലേ എന്ന്. പക്ഷേ ഒരിക്കലും കുത്തുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുളി വെള്ളത്തിലും ശർക്കരയുടെ മധുരത്തിലും ഒക്കെ കിടന്നിട്ട് ഇഞ്ചി നല്ല പോലെ തിളച്ചിട്ടാണ് ഈ ഇഞ്ചിക്കറി റെഡിയായി വരുന്നത്. കാരണം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, ഇഞ്ചി അരക്കാൻ നേരത്തെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പുളി വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഈ ഇഞ്ചി നല്ലപോലെ ഒന്ന് തിളച്ച് ഇതേ ടെക്സ്ചറിൽ എത്തുന്നത്. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ഇഞ്ചിക്കറി എടുക്കേണ്ടത്. തീരെ വെള്ളമെല്ലാം വറ്റി ഒരു എണ്ണ തെളിയുന്ന ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിന് ഇഞ്ചിയുടെ കുത്തോ ഒന്നും കാണില്ല. സാധാരണ വഴറ്റി വെക്കുന്ന ഇഞ്ചിയെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിലൊക്കെ തന്നെ നമുക്ക് ഈ ഇഞ്ചിക്കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ആ വെള്ളം നന്നായി വറ്റി ഈ ഒരു ടെക്സ്ചറിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കും ഇനി കുക്കിംഗ് അറിയാത്തവർക്കും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണ്. എന്നാൽ ടേസ്റ്റ് നല്ല രുചിയാണ്. സത്യത്തിൽ സദ്യയിലെ ഇഞ്ചിക്കറി ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തൊരു കറിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള ഈസിയും സിമ്പിളായിട്ടുള്ള നല്ല നല്ല റെസിപ്പിയായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അപ്പോൾ റെസിപ്പികൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്